നമസ്കാരം. ഏറെക്കാലത്തെ പ്രണയത്തിനു ശേഷമാണ് സാൻജോ സുനിൽ എന്ന 31കാരനും ബെനേവൻ ലോഡ്ജിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന ലിഷ്മ ഫിലിപ്പും വിവാഹിതരായത്. 1 വർഷം മുമ്പായിരുന്നു വിവാഹം. തുടർന്ന് അവധി കഴിഞ്ഞതിനു പിന്നാലെ ലിഷ്മ അയർലൻഡിലേക്ക് തിരിച്ചെത്തി. എത്രയും പെട്ടെന്ന് ഭാര്യയ്ക്കരികിലേക്ക് എത്താനുള്ള പരിശ്രമത്തിനൊടുവിൽ സാൻജോയ്ക്ക് ഡിപെൻഡന്റ് വിസ ലഭിക്കുകയും കഴിഞ്ഞ മാസം അയർലൻഡിലേക്ക് എത്തുകയുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇരുവരുടെയും അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഞെട്ടിച്ചുകൊണ്ട് സാൻജോയുടെ ആത്മഹത്യാ വാർത്തയായിരുന്നു എത്തിയത്. ഭർത്താവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഭാര്യ ലിഷ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ഇപ്പോൾ അപകടനില തരണം ചെയ്ത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അതേസമയം അയർലൻഡിൽ ഡബ്ലിനിലെ ചാൾസ് ടൗണിനടുത്ത് താമസിച്ചിരുന്ന സാൻജോയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യ തന്നെയെന്നാണ് പ്രാഥമിക നിഗമനം. നേരത്തെ ഇസ്രായേലിൽ ജോലി ചെയ്തിരുന്ന സാൻജോ അവിടെ നിന്നാണ് അയർലൻഡിൽ എത്തിയത്. കർണാടകയിലെ മംഗലാപുരത്തുള്ള മലയാളി കുടുംബത്തിലെ അംഗങ്ങളാണ് ഇരുവരും. സാൻജോ പഠിച്ചതെല്ലാം കോട്ടയത്താണെന്നാണ് വിവരം. ഇവരുടെ വിവാഹം കഴിഞ്ഞ വർഷമായിരുന്നു. ക്രിക്കറ്റിലും പ്രാദേശിക മലയാളി സമൂഹത്തിലുമെല്ലാം ചുരുങ്ങിയ കാലത്തിനുള്ളിൽ സജീവമായിരുന്ന സാൻജോയുടെ അപ്രതീക്ഷിത വേർപാടിന്റെ ദുഃഖത്തിലാണ് സഹപ്രവർത്തകരും പ്രാദേശിക മലയാളി സമൂഹവും. മനസ്സ് മടുപ്പിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ ഉണ്ടായ കാരണം വളരെ ദുരൂഹമാണ്. മനസ്സ് മടുക്കാനുള്ള കാരണത്തിൽ വ്യക്തതയില്ല. അതിനാൽ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടതിൽ ദുരൂഹതയുണ്ടെന്ന് ചിലർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇസ്രായേലിൽ ജോലി ചെയ്തിരുന്ന സാൻജോ അയർലൻഡിൽ പോകുന്നതിന് മുൻപ് നാട്ടിലെത്തി മാതാപിതാക്കളായ TG സുനിൽ മേരി ദമ്പതികളെയും ലിഷ്മയുടെ മാതാപിതാക്കളായ KA ഫിലിപ്പ് മേരി ദമ്പതികളെയും കണ്ടിരുന്നു. ആത്മഹത്യ ചെയ്തുവെന്ന് അറിയുന്ന ദിവസവും രാവിലെയും മകനുമായി വളരെ സന്തോഷത്തോടു കൂടിയാണ് സംസാരിച്ചതെന്ന് പിതാവ് TG സുനിൽ പറഞ്ഞു. അയർലൻഡിൽ നിന്നും വെള്ളിയാഴ്ച സാൻജോയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. തുടർന്ന് 7 ദിവസത്തിനുള്ളിൽ മൃതദേഹം നാട്ടിലെത്തിക്കുവാനുള്ള ക്രമീകരണങ്ങൾ നടക്കും. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള ഫണ്ട് ശേഖരണം ആരംഭിച്ചിട്ടുണ്ടെന്നും തുടർ നടപടികൾ പൂർത്തിയായാൽ ഉടൻ തന്നെ മൃതദേഹം നാട്ടിലേക്ക് അയക്കുമെന്നാണ് പ്രാദേശിക മലയാളി സമൂഹം പറയുന്നത്. സാൻജോ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ചെയ്ത ആത്മഹത്യയ്ക്ക് കാരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും സംഭവം ഇനിയും ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടിൽ സാൻജോയുടെയും ലിഷ്മയുടെയും മാതാപിതാക്കൾ. അതേസമയം തന്നെ സാൻജോയ്ക്ക് മറ്റൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുവെന്ന് അറിയില്ല എന്ന് തന്നെയാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ആത്മഹത്യയ്ക്ക് പിന്നിലെന്ന് ഇവർക്ക് കണ്ടെത്തേണ്ടതുണ്ട്. വളരെ സന്തോഷവാനായി കഴിഞ്ഞിരുന്ന സാൻജോയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിൽ ആശങ്കയിലാണ് ബന്ധുക്കളും നാട്ടുകാരുമൊക്കെ.